അതിന് കാരണം ശാലിനിയുടെ കൃത്യമായ ഇടപെടലാണ്. ശാരിക രണ്ടാമത് കുഞ്ഞിനെ കാണണമെന്ന് ആവശ്യപ്പെട്ടപ്പോ മറ്റൊരു കുഞ്ഞിനെ കൊണ്ടുവന്ന് കാണിക്കാൻ തോന്നിയ ബ്രില്യൻസ് അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യാതെ പറ്റില്ല. കാരണം ശരിക്കും ആ ഒരു കാഴ്ചയാണ് ശാരികയിൽ മാറ്റം ഉണ്ടാക്കിയത്. സ്വന്തം കുട്ടിയാണെന്ന് ധരിച്ചുകൊണ്ടുള്ള മാനസികമായ ഒരു മുന്നേറ്റം. അത് പക്ഷേ ഒരു ചതിയല്ലേ ഡോക്ടറെ? അറിഞ്ഞുകൊണ്ട് എന്റെ മോളെ ചതിക്കുന്നതിന് തുല്യമായി പോയില്ലേ പ്രവൃത്തി? നമ്മുടെ ലക്ഷ്യം എന്താ? ശാരികയെ പൂർണ്ണമായും സുഖപ്പെടുത്തുക. അതിന് എന്തെല്ലാം മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ട്, അതുപോലൊരു മെഡിസിനെ നമ്മൾ ഇവിടെയും ഉപയോഗിച്ചുള്ളൂ. എന്തായാലും കിട്ടിയ റിസൾട്ട് പോസിറ്റീവ് അല്ലേ? അപ്പൊ പിന്നെ റോങ് ഡിസിഷൻ ആവുന്നത് എങ്ങനെയാ? അല്ല, അതുമാത്രമല്ല, ഇനിയും ശാരികയ്ക്ക് കൃത്യമായ പരിചരണം കൊടുത്താൽ ജീവിതത്തിലേക്ക് ഈസിയായി കൊണ്ടുവരാൻ പറ്റും. മനസ്സ് സന്തോഷമായിരിക്കാൻ ശ്രദ്ധിക്കാം. ആ വരണം വരണം, കേറിയിരിക്കച്ചാ, അല്ലെങ്കിൽ അകത്തോട്ടിരിക്കാം. അല്ല അച്ഛൻ, മരുമോളെയും പിള്ളേരും തിരക്കുള്ള വരവായിരിക്കും അല്ലേ? അവരെന്തിയ മോളെ? അവരെ വിളിക്ക്. ഇന്നലെ രാത്രിയിലേ ഞാൻ ഒരുപാട് കണ്ണടച്ചിട്ടില്ല. കൊച്ചുങ്ങളും വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ടെ വലിയ സങ്കടമാ. ആ അവരൊക്കെ ഇപ്പൊ ഇങ്ങെത്തും. കണ്ടിട്ട് പോയിട്ട് ഒരു പോളയല്ല, 2 പോളയും അടച്ച് സുഖമായിട്ട് കടന്നുറങ്ങിക്കോ. നീ തൊഴിൽ മക്കളെ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ പിന്നെ എങ്ങനെയൊക്കെ പറയണം? ഭാര്യ ഭർത്താവിന്റെ മുമ്പിൽ വെച്ച് എന്നെ മരുമക്കൾ അടിച്ചിറക്കി അങ്ങ് വിടുക. എന്നിട്ടോ ഭർത്താവ് ഭാര്യ അറിയാതെ അവരെ തിരിച്ചു വിളിക്കാൻ നടക്കുക. അല്ല, ഇത്രയും വിഷമമുള്ള ആള് അത് അവിടെ വെച്ച് തന്നെ പറയണമായിരുന്നു അവരെ ഇറക്കി വിടാൻ പാടില്ല. അല്ല, അവരെ ഇറക്കി വിട്ടാ അവരെവിടെ പോവും? ഇതെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ തിരക്കി നടക്കുന്നതിന്റെ കാര്യ എനിക്ക് മനസ്സിലാവാത്ത. മക്കളെ, നിനക്കറിയാലോ ഭാമയുടെ വാശി. അവളൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിലേ അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും. ഇനിയിപ്പൊ ഞാനെന്നല്ല ആര് പറഞ്ഞാലും അവളോട്ട് കേക്കത്തുമില്ല. അപ്പൊ പിന്നെ അവരെ വിളിച്ചോണ്ട് എങ്ങോട്ട് പോവാനാ പരിപാടി? അല്ല, പുതിയ വീടെടുത്ത് താമസമാവോ? അല്ല, ഇനി എന്തായാലും കളക്ടർ കൊച്ചമ്മയെ സത്യം അങ്ങോട്ട് കേറ്റാൻ പോണില്ലെന്നാ ഞാൻ കേട്ടത്. അതൊക്കെ ഇപ്പൊ എന്തെങ്കിലും ആവട്ടെ, നീ ആ കൊച്ചുങ്ങളെ വിളിക്ക്. അത് വിളിക്കാം. മരുമകളെയും പേരക്കിടങ്ങളെയും കാണാൻ കഷ്ടപ്പെട്ട് ഇവിടം വരെ വന്നല്ലേ. എന്തെങ്കിലുമൊക്കെ വയറു നിറയെ കഴിച്ചിട്ട് അവരെ കാണുന്നതല്ലേ അതിന്റേതായ ഒരു ശരി. മക്കളെ, നീ അതൊന്നും പറഞ്ഞ സമയങ്ങളേതാ? വിഷുവിനെ ശാലിയൊന്ന് വിളിക്ക്. ഇനിയിപ്പോ ഭൂമിയിലില്ലാത്തവരൊക്കെ ഞാൻ വിളിച്ചു വരുത്തണം. ചുമ്മാതല്ല ഇയാൾക്ക് വോട്ടാണെന്ന് എല്ലാരും പറയുന്ന. ശ്യാമേ, നീ എന്തിനാ അച്ഛനെ ഇവിടെ ഇങ്ങനെ പിടിച്ചിരുത്തിരിക്കുന്നേ? പാവം വളരെ കഷ്ടപ്പെട്ട് ഇവിടം വരെ വന്നതല്ലേ, ഞാൻ അതുകൊണ്ട് പിടിച്ചിരുത്തിയതാ. അതും ഇപ്പൊ കുറ്റമായോ? അച്ഛാ, അവരാരും ഇവിടെ ഇല്ല അച്ഛാ. പിന്നെ പിന്നെ എവിടെ പോയി? എടാ മക്കളെ, എനിക്കറിയുന്ന കാണണം. എടാ നീ ശാലി കൊണ്ടിടാ. ഞാൻ വിളിക്കാം അച്ഛാ. ആ അമ്മയ്ക്കും മക്കൾക്കും ഇപ്പൊ പുതിയൊരു രക്ഷകനുണ്ടല്ലോ. ആ ചെലപ്പോ അവൻ എവിടെയെങ്കിലും കൊണ്ടുപോയി നിർത്തിയിട്ടുണ്ടായിരിക്കും. ശ്യാമേ, നിർത്ത്. നീ നിന്റെ വായൊന്ന് ആദ്യം അടച്ചു വെക്കേ. ഞാൻ ഈ ഫോണൊന്ന് ചെയ്തോട്ടെ. ആ അതിന് ഞാൻ നിങ്ങളുടെ കൈ കയറി പിടിച്ചോ? നീ ഇങ്ങനെ വാ പോട്ട് ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത് എന്തിനാന്ന്? നിന്റെ വീടാണെന്ന് കരുതി എല്ലാം ഞാൻ ക്ഷമിക്കുന്നു കരുതണ്ട. എനിക്കറിയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആൾക്കാരെ കാണുമ്പോ ചെറിയ കൊമ്പങ്ങ് മുളയ്ക്കൂന്ന്. അച്ഛന് പറഞ്ഞ കുറ്റം, ചേട്ടത്തെ പറഞ്ഞ കുറ്റം ഒന്നാകുമ്പോ നിങ്ങൾ എല്ലാരും ഒന്ന്. ഞാൻ മാത്രം പുറത്തും. നീ ഇവിടെ പോവാ മക്കളെ? ഞാനൊന്ന് ഫോൺ ചെയ്തോട്ടെ അച്ഛാ. ഇപ്പഴാ സുന്ദരി കുട്ടിയായത്. ശാലിനി, രണ്ടുപേരെ റെഡിയാക്കിട്ടുണ്ടേ. വരുന്നു. ശിവനങ്ങളെ, ഇപ്പൊ ആരാ സമയം വൈകിക്കുന്നേ? ഞങ്ങളാണോ അമ്മയാണോ? അമ്മ കളക്ടറല്ലേ, അതിന്റെ ഒരു കൂക്കെ ആവാം.
ഞങ്ങളും ഭാവിയില് കളക്ടറും പോലീസും ഒക്കെ ആകേണ്ടവരാ. അപ്പൊ പിന്നെ ഞങ്ങൾക്കും കുറച്ച് കൂടുതൽ ഒരുങ്ങാം. ആ അത് ശരി. അപ്പൊ രണ്ടുപേരും ഭാവിയിൽ ആരൊക്കെ ആകണമെന്ന് ഉറപ്പിച്ച് നിൽക്കുകയാണല്ലേ? പിന്നല്ലേ, ഞാൻ കളക്ടർ. ഞാൻ പോലീസ്. ആഹാ. എല്ലാരും സല്യൂട്ട് ചെയ്യുന്ന പോലീസ്. അയ്യോ, അപ്പൊ കമ്മീഷണർ അല്ലെങ്കിൽ ADGP അല്ലേ? അപ്പൊ ആരായാലും അങ്കിളിന് ഭാര്യയാവും. ടിഫിൻ എടുത്ത് വെച്ചില്ലേ? അല്ല, പഠിക്കാൻ പോണെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ ഇന്നത്തെ ടൈം ടേബിൾ ബുക്കൊന്നും ഇല്ലല്ലോ. അതെല്ലാം സത്യാമ്മയുടെ വീട്ടിലാ. ആ അതെ, ഇന്നാണെങ്കി ഒരുപാട് എഴുതാനും ഉണ്ട്. അത് കുഴപ്പമില്ല. തൽക്കാലം പോകുന്ന വഴിക്ക് നമുക്ക് 2 നോട്ട്ബുക്ക് വാങ്ങിക്കാം. അപ്പൊ ടെക്സ്റ്റ് ബുക്ക് അതൊക്കെ നമുക്ക് ആരെങ്കിലും കൊണ്ട് എടുപ്പിക്കാം. ആ രോഹിത്, ആ ഞാൻ ഒരുപാട് നേരമായിട്ട് വിളിക്കുന്നു, കിട്ടുന്നില്ല. അത് ഇവിടെ റേഞ്ചിന് ചില പ്രശ്നങ്ങളുണ്ട്. മാത്രമല്ല കുട്ടികളെ കൊണ്ട് സ്കൂളിലേക്ക് പോകേണ്ട തിരക്കിലുമായിരുന്നു. കുട്ടികളെ കാണാൻ വേണ്ടി അച്ഛനോട് വന്നിട്ടുണ്ട്. ശ്യാമയാണെങ്കിൽ അതും ഇതൊക്കെ പറഞ്ഞ് അച്ഛനെ പരിഹസിക്കുക. അച്ഛനാണെങ്കിൽ അതൊന്നും മനസ്സിലാവുന്നുമില്ല. അത് ശാലിനി ഒന്ന് അച്ഛനെ ഒന്ന് കൂട്ടിക്കൊണ്ട് പോവോ? ഞാനേ ഇപ്പൊ തന്നെ എത്താം. അച്ഛനെ മറ്റെങ്ങോട്ടും വിടാതിരുന്നാ മതി. ഇല്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ശാലിനി വന്നിട്ടേ ഞാൻ ഇറങ്ങൂ. ആ ശരി ശരി. എന്തോടാക്കളെ, എന്തോ പറഞ്ഞേ? ഇപ്പൊ വരാന്ന് പറഞ്ഞച്ചാ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വന്നെന്നറിഞ്ഞാലേ അവരിങ്ങോട്ട് വരും.